ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ആരാണ് യഥാർത്ഥത്തിൽ കോടീശ്വരൻ? ധാരാളം സമ്പത്തുകള്, ബാങ്ക് ബാലൻസ് ഉള്ളവരെയാണോ കോടീശ്വരന്മാർ എന്ന് പറയാ? അല്ല. സംതൃപ്തമായ ജീവിതം ആരാണോ നയിക്കുന്നത് അവരാണ് കോടീശ്വരൻ. ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? വാക്കുകൾക്ക് അളക്കാൻ കഴിയാത്ത അനുഭൂതിയാണ് ആത്മജ്ഞാനം. അപ്പൊ ഇത് രണ്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദശാപഹാരം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു ദശകളെ കുറിച്ച്, മഹാദശയെ കുറിച്ചൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കടൽ പോലെയുള്ള ഈ ശാസ്ത്രത്തില് അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു കാര്യമാണ് ദശകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞൊരു 10-15 മിനിറ്റ് വീഡിയോയുടെ ഉള്ളിൽ അത് ഒതുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരവുമാണ്. എങ്കിൽ അതിൻ്റെ ഒരു ബേസിക് നമുക്ക് ഇന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ടൊരു എക്സാമ്പിളിലൂടെ, ഒരു ഹൊറോസ്കോപ്പ് അനാലിസിസിലൂടെ ദശാപഹാരങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കിനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജന്മനക്ഷത്രം, അതാണല്ലോ ചന്ദ്രൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജന്മനക്ഷത്രമാണ്. അപ്പൊ അതിനാണ് ഇവിടെ പ്രസക്തി കൂടുതൽ. അപ്പൊ എന്താണ് മഹാദശ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും എങ്ങനെയാണ് നടക്കുന്നത്, എപ്പോഴാണ് അത് നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഏതിലൂടെയാണ്? ഈ ദശാപഹാരങ്ങളിലൂടെയാണ്. അപ്പൊ ചന്ദ്രന്റെ സ്ഥാനമാണ് അവിടെ പ്രാധാന്യം. ഇപ്പോ ഓഗസ്റ്റ് 4 ഈ മാസം ഓഗസ്റ്റ് 4 ഒരു കുട്ടി ജനിക്കുകയാണ് വൈകുന്നേരം എങ്കില് അവർക്ക് സംശയം ഉണ്ടാവുകയാണ്, രേവതി 4-ാം പാദത്തിൽ വരുമോ, അശ്വതി 1 വരുമോ എന്നുള്ളത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുണ്ട് കറക്റ്റായിട്ട് ഈ നക്ഷത്രത്തിന്റെ എൻഡിലൊക്കെ ജനിക്കുന്ന സമയത്ത്. കാരണം എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ആ ദശാപഹാരങ്ങൾ മാറിപ്പോവും. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷനിലും അവരുടെ ജീവിതം സംഭവിക്കുന്നതിലും എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഇടയിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുറച്ച് ആ ടൈമില് കുറച്ച് മാസങ്ങളുടെ ഗ്യാപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതുപോലെ രേവതി 4-ാം പാദാണോ അശ്വതി 1-ാം പാദാണോ എന്നൊക്കെ വരുമ്പോൾ വളരെ നമുക്ക് ആ ടൈം എന്ന് പറയണം, ആ ബർത്ത് ടൈം എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ ടൈമിന്റെ പ്രാധാന്യം. ലഗ്നം പറയണതും ഈ ടൈമിലാണ്. അപ്പൊ ഏത് രാശിയിലാണ് ലഗ്നം വീണത് എന്നുള്ളതും അതുപോലെ ഏത് നക്ഷത്രമാണ് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ ദശാപഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക, സ്കൂളോ കോളേജോ ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂള് എന്ന് പറയുമ്പോൾ അവിടെയുള്ള കറസ്പോണ്ടന്റ് അല്ലെ, അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ അതാണ് നമ്മുടെ ജാതകത്തിലെ ലഗ്നാധിപൻ എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണത്, ആ സ്കൂൾ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, നല്ല ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ടീച്ചേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മാനേജർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല സ്കൂൾ നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ജാതകത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഏത് ഗ്രഹത്തിനാണ് പ്രാധാന്യം വേണ്ടത്? നമ്മുടെ ലഗ്നാധിപന്. അപ്പൊ ആ ലഗ്നാധിപനാണ് നമ്മുടെ ഉയർച്ച താഴ്ച തീരുമാനിക്കുന്നത്. നമ്മുടെ ഏത് ലെവലിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും എന്നുള്ളത് ലഗ്നാധിപനാണ് പറയാന്നുള്ളത്. അത് കഴിഞ്ഞാല് അടുത്ത സ്ഥാനം ആർക്കാണ്? മാനേജർ പോസ്റ്റ് കഴിഞ്ഞ അടുത്ത സ്ഥാനം നമുക്ക് പ്രിൻസിപ്പാൾക്ക് കൊടുക്കാം അല്ലെ. പ്രിൻസിപ്പാളാണ് തീരുമാനിക്കുന്നത് ഓരോ ടീച്ചറും ഏത് ക്ലാസ്സിലാണ് പോവേണ്ടത് എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും അസൈൻ ചെയ്യണത്, എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അക്കാഡമിക്കിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രിൻസിപ്പാൾ ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രിൻസിപ്പാളുടെ റോളിൽ ആരാ വരുന്നത്? അവിടെയാണ് ഈ മഹാദശയുടെ അധിപൻ വരുന്നത്. ഇപ്പൊ ഒരു ശുക്രദശയാണ് വരുന്നത് എങ്കിൽ 20 വർഷം ശുക്രദശ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ അധിപൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശുക്രനാണ് ഇവിടെ പ്രിൻസിപ്പാളുടെ റോള് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു മഹാദശ നടക്കുമ്പോൾ ആ ദശാനാഥന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ ആദ്യം ലഗ്നാധിപന് പ്രാധാന്യമുണ്ട്, അത് ത്രൂ ഔട്ട് ലൈഫാണ്. ദശാനാഥന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഏത് ദശയാണോ നടക്കുന്നത്. ഇപ്പൊ കേതു ദശയാണെങ്കിൽ 7 വർഷമാണ്. അപ്പൊ ആ 7 വർഷവും ഭരിക്കുന്നത് ആരാണ്? കേതു എന്നുള്ള ഗ്രഹത്തിന്റെ
നമ്മുടെ ജാതകത്തിലുള്ള പൊസിഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദശാനാഥനെ നമുക്ക് ഒരു സ്റ്റുഡന്റിന്റെ വീക്ഷണത്തിൽ പറയുമ്പോൾ പ്രിൻസിപ്പാളായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ദശാ പീരീഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ശുക്രദശയിൽ 20 വർഷം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 20 വർഷത്തിന് മെയിൻ ലീഡർ എന്ന് പറയുന്നത് ശുക്രനായിരിക്കും. പിന്നെ ഓരോരോ അപഹാരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ അപഹാരം എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് ടീച്ചറായിട്ട് ചിന്തിക്കാം. അപ്പൊ ക്ലാസ് ടീച്ചർ എന്താണ് ചെയ്യുക? ഓരോ വർഷം അല്ലെ, ഒരു വർഷം ചിലപ്പോൾ 2 വർഷമൊക്കെ ഒരു ടീച്ചർ തന്നെ നമ്മുടെ ക്ലാസ് ടീച്ചറായിട്ട് വരാറുണ്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ആ ഒരു വളരെ ഷോർട്ട് പീരീഡ് മാത്രമാണ്. അപ്പൊ അവിടെയാണ് ഈ ദശാനാഥന്റെ അപഹാരനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ റോള്. അപ്പൊ മാക്സിമം എന്ന് പറയുന്നത് ഒരു 3 വർഷമായിരിക്കും ഈ അപഹാരനാഥന്റെ കാലം എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലാസ് ടീച്ചറായിട്ട് പറയാം. അപ്പൊ ഇതുപോലെ മാനേജർ, പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ ഒരു സ്റ്റുഡന്റിന് എങ്ങനെയാണോ എന്നതുപോലെ നമുക്ക് ജാതകം എടുക്കുമ്പോൾ അവിടെ ലഗ്നാധിപന്റെ റോള്, മഹാദശയുടെ അധിപന്റെ റോള്, അപഹാരനാഥന്റെ റോള് എന്നിങ്ങനെ തിരിക്കാം. അപ്പൊ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ 120 വർഷമാണ് ഒരു മനുഷ്യന്റെ ആയുസ്സായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഗണിതത്തോടു കൂടെ ഇത്രയും കാൽക്കുലേഷനൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ജ്ഞാനികളെ നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കുകയാണ്, അല്ലെങ്കിൽ നന്ദിപൂർവം സ്മരിക്കുകയാണ് ഈ നിമിഷം. കാരണം എന്താന്ന് വെച്ചാൽ അത്രത്തോളം കോൺട്രിബ്യൂഷൻ ഈ ദശാപഹാരങ്ങളിൽ തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ദശാപഹാരങ്ങളിലൂടെയാണ്. അപ്പൊ അത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഏതൊക്കെ ദശകളിലൂടെയാണ് നമ്മൾ കടന്നു പോണത്? അപ്പൊ അതിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 9 ഗ്രഹങ്ങൾക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ഓർഡറിലല്ല നമുക്ക് ദശ വരുന്നത്. വളരെ ഈസി ആയിട്ട് ആദ്യമായിട്ടാണ് ജ്യോതിഷം മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കൂടിയുള്ള വീഡിയോ ആണ്. നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശം തന്നെ എല്ലാവർക്കും ജ്യോതിഷത്തിൽ ഒരു ബേസിക് ജ്ഞാനം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നല്ല അറിവുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നും ഈ വീഡിയോ. എങ്കിലും ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കണം എന്നുള്ളവർ ശ്രദ്ധിക്കുക. സൂര്യന്റെ ദശ പീരീഡ് എന്ന് പറയുന്നത് 6 വർഷമാണ്. കുജനും കേതുവിനും 7 വർഷം, ചന്ദ്രന് 10, ഗുരു 16, ബുധൻ 17, രാഹുവിന് 18 വർഷം, ശനി 19, ശുക്രന് 20 വർഷം. അങ്ങനെ 120 വർഷമാണ്. ഈ ഓർഡറിലല്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ആ നമ്പർ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോൾ 16, 17, 18, 19, 20 എന്ന് വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അശ്വതി മുതൽ ആയില്യം വരെ ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ അശ്വതിയുടെ നാഥൻ എന്ന് പറയുന്നത് കേതുവാണ്. അപ്പൊ ഭരണി എന്ന് പറയുന്നത് ശുക്രനാണ്. കാർത്തിക എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓർഡർ വരിക. അപ്പൊ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ എന്ന് പറയുന്നത് കേതു ദശയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് 60 നാഴികയും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അശ്വതി നക്ഷത്രം തുടങ്ങുന്ന സമയത്താണ് ഒരു കുട്ടി ജനിച്ചിട്ടുള്ളത് എങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ആ ദശ. കേതു ദശ കംപ്ലീറ്റ് ആയിട്ട് 7 വർഷം ലഭിക്കും. ഇപ്പൊ സപ്പോസ് അതിന്റെ ഒരു പകുതി 30 നാഴിക കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി ജനിച്ചിരിക്കണമെങ്കിൽ അതിന്റെ ശിഷ്ടദശ എന്ന് പറയുന്നത് 3.5 വർഷം മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ദശാപഹാരങ്ങൾ. അത് കഴിഞ്ഞാൽ കേതുദശ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താണ് വരുന്നത്? ശുക്രദശയാണ്. അപ്പൊ അതിന്റെ ഓർഡർ അങ്ങനെയാണ്. ആയില്യം വരെ. ആയില്യം എന്ന് പറയുന്നത് ബുധന്റെ നക്ഷത്രമാണ്. അപ്പൊ കേതുവിന്റെ നക്ഷത്രത്തിൽ തുടങ്ങിയിട്ട് ബുധന്റെ നക്ഷത്രം, ആ ഒരു ഓർഡർ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ദശ കഴിഞ്ഞാൽ ഏതാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത് ദശാപഹാരങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി ലഗ്നാധിപന്റെ ജാതകത്തിൽ എത്രത്തോളം ഫലമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. നല്ല രീതിയിലുള്ള ഫലം ഉണ്ടെങ്കിലും എന്ത് വേണം? അവിടെ നല്ല ദശ അനുകൂലമായിട്ട് വേണം. അപ്പൊ അവിടെ സംഭവിക്കാനുള്ളത് നമ്മൾ നോക്കേണ്ടത് യോഗദശയുണ്ട്, അവയോഗദശയുണ്ട്. അപ്പൊ യോഗദശയാണോ നടക്കുന്നത്, അവയോഗദശയാണോ നടക്കുന്നത് എന്നുള്ളത് നോക്കണം. അപ്പൊ നല്ലൊരു യോഗ ജാതകമാണെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല നല്ല ദശകൾ, അതായത് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗുരുവിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ശുക്രന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഗുരുവിന്റെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, കുജനുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാഹു കേതുക്കളെ നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ശുക്രന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ വരണത് മെയിനായിട്ട് ബുധനും ശനിയാണ്. അപ്പൊ ഈ ഗ്രൂപ്പില് ഏത് ഗ്രൂപ്പിലാണ് നമ്മുടെ ലഗ്നാധിപൻ എന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ 1, 5, 9 അധിപന്മാര് ആരാണോ, ഏത് ഗ്രഹമാണോ അതിന്റെ ദശ നടക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യാഴദശയായാലും ശുക്രദശയായാലും ഈ 2 മഹാദശകള് വളരെ
നൈസർഗിക ശുഭന്മാരാണ്. അപ്പൊ ഈ നൈസർഗിക ശുഭന്മാരുടെ ദശകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന 2 ദശകളാണ് കേതുദശയും രാഹുദശയും. അപ്പൊ കേതുദശ എന്ന് പറയുന്നത് ശുക്രന് മുമ്പ് സംഭവിക്കും, രാഹുദശ എന്ന് പറയുന്നത് ഗുരുവിന് മുമ്പ് സംഭവിക്കും. അപ്പൊ 2 പാപഗ്രഹങ്ങളുടെ ദശയ്ക്ക് ശേഷമാണ് ഈ മഹാദശ വരണത്. അപ്പൊ അത്രത്തോളം പ്രസക്തി ഈ ശുഭഗ്രഹങ്ങളുടെ ദശയ്ക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് അധിപനാണ് നമ്മുടെ ലഗ്നാധിപൻ, അത് ഏത് ഗ്രൂപ്പിലാണ് വരണത്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള യോഗദശയാണ് വരണത് എങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് വരണത് എങ്കിൽ നമുക്ക് നല്ലത് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഒരു ജാതകത്തിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു ഹൊറോസ്കോപ്പ് എടുത്ത് എങ്ങനെയാണ് ദശാപഹാരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ എന്തെല്ലാം ഫലങ്ങളാണ് ഓരോ ദശയിലും, ഓരോ പ്ലാനറ്റ്സിന്റെ പൊസിഷൻ ഉണ്ട്. അപ്പൊ ആ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഗുണമാണോ ദോഷമാണോ സംഭവിക്കണമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ആ സ്ഥാനഫലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്, ജ്യോതിഷത്തെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ ദശാപഹാരങ്ങളെ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.